ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ആസ്വാദൻ ടിപ്പണിയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വിനോദ് കുമാർ ശുക്ല എഴുതിയ ഒരു കവിത പഠിച്ചിരുന്നു. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. അതേ കവിതയ്ക്ക് അതേ പേരിൽ ആസ്വാദൻ ടിപ്പണി എഴുതിയിരിക്കുകയാണ്. ആരാണ്? നരേഷ് സക്സേന. ആസ്വാദൻ ടിപ്പണിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനുള്ള കവിത എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണും. അപ്പോൾ ആസ്വാദൻ ടിപ്പണിയും കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് നമുക്ക് ആസ്വാദൻ ടിപ്പണി തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു ആസ്വാദൻ ടിപ്പണിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് ആസ്വാദൻ ടിപ്പണി തയ്യാറാക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ശരി, നമ്മൾ പാഠഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ID ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിശോധിക്കാം. ശരി, നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. ഒരു കാര്യം കൂടെ, എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണം. ശരി, നമുക്കിനി നേരെ പാഠഭാഗത്തേക്ക് പോവാം. നോക്കൂ, ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതുന്ന ടിപ്പണിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വായിക്കാം. വിനോദ് കുമാർ ശുക്ല अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. വിനോദ് കുമാർ ശുക്ല തന്റെ മൗലികതയ്ക്കൊപ്പം ഭാഷയുടെ അൻഗഢത അല്ലെങ്കിൽ ക്രമമില്ലായ്മ, പൊരുത്തക്കേട് എന്നൊക്കെയാണ് അൻഗഢത എന്ന വാക്കിന്റെ മീനിങ്. ഭാഷയുടെ പൊരുത്തക്കേടിനും അല്ലെങ്കിൽ ക്രമമില്ലായ്മയ്ക്കും പ്രസിദ്ധനാണ് ആര്? വിനോദ് കുമാർ ശുക്ല. മൗലികത, അതെ, സ്വതസിദ്ധമായ ഒരു ശൈലിയും അതോടൊപ്പം ക്രമമില്ലാത്ത ഭാഷയ്ക്കും വിഖ്യാതനാണ്. കിന്തു ഈസ് കവിതാമേ, പക്ഷെ ഈ കവിതയില്, ഏത് കവിതയില്? ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറയുന്ന ഈ കവിതയില് മൗലിക് ഹോനേക്കെ സാത്ത് ഹി, അദ്ദേഹം സ്വതസിദ്ധമായ മൗലികമായ ഒരു ശൈലി ഉപയോഗിച്ചിരിക്കുന്നു എന്നതിനൊപ്പം വേ കാവ്യശില്പ കെ സിദ്ധ കവി കി തരഹ് ഭി ദിഖായി ദേത്തേ ഹെ, കാവ്യശില്പം വഴങ്ങുന്ന അല്ലെങ്കിൽ കാവ്യശില്പമുള്ള ഒരു കവിയുടെ രൂപത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായോ? കാവ്യശില്പത്തിൽ നിപുണനായ ഒരു കവിയുടെ രൂപത്തിലും ഈ കവിതയിൽ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയിൽ അദ്ദേഹം കാണപ്പെടുന്നു. കാവ്യശില്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ക്രാഫ്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ, സാഹിത്യ രചനയിലെ ഭാഷയുടെ സൗന്ദര്യവും അതേപോലെ പദപ്രയോഗത്തിലൂടെയൊക്കെയാണ് നമ്മൾ ഭാഷയിൽ ആ ഒരു ശില്പ സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു ക്രാഫ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. അദ്ദേഹം കാവ്യശില്പത്തിൽ നിപുണനാണ്, കഴിവുള്ള ആളാണെന്ന് തെളിയിക്കുന്ന കവിതയാണ് ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിത എന്ന് ആര് പറയുന്നു? നരേഷ് സക്സേന അദ്ദേഹത്തിന്റെ ടിപ്പണിയിൽ പറയുന്നു. ഇനി അടുത്ത് നോക്കൂ. കവിതാ കെ അർഥ ഇത്തനെ സഹജ് ഔർ സാഫ് ഹേ കി ഉനെ വ്യാഖ്യാ കി ദർക്കാർ നഹീം, ദർക്കാർ നഹീം ആവശ്യകത നഹീ ഹേ, കിസ്കി വ്യാഖ്യാ കി, അതിനെ വ്യാഖ്യാനിക്കേണ്ട, വിശദീകരിക്കേണ്ട ആവശ്യകത പോലും ഇല്ല. കാരണം കവിതയുടെ അർത്ഥം വളരെ സ്വാഭാവികമാണ്, സഹജാണ്, സാഫ്, വ്യക്തമാണ്, സ്വാഭാവികവും വ്യക്തവുമാണ്. അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കവിത വായിക്കുമ്പോൾ തന്നെ അതിന്റെ ആശയം നമുക്ക് മനസ്സിലാവും. അത്രത്തോളം ലളിതമായിട്ട് സ്വാഭാവികമായിട്ടുമാണ് അദ്ദേഹം ഈ രചന നടത്തിയിരിക്കുന്നത്. സരൾ ശബ്ദവും വാലേ വാക്യ, ലളിതമായ വാക്യങ്ങൾ, ലളിതമായ വാക്കുകളുള്ള വാക്യങ്ങൾ. സരൾ ശബ്ദവും വാലേ വാക്യ സ്വയം ഹി അപ്പന മർമ്മ കഹ് ദേത്തേ ഹേ, സ്വയം അതിന്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നു. സരളമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങൾ സ്വയം തന്നെ അതിന്റെ അർത്ഥം, അതിന്റെ മർമ്മം, അതിന്റെ ആശയം നമുക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പോൾ ഈ 2 പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നന്നായിട്ട്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് പഠിക്കാം. വ്യക്തി को मैं नहीं जानता था, हताशा को जानता था. വ്യക്തിയെ അറിയില്ല, നിരാശയെ അറിയാം. ഹതാശ को जानता था.
കഹ്തേഹി പറയുമ്പോഴേ, കവിതയില് കവി പറയുന്നുണ്ട് വ്യക്തിക്കോ മേ നഹീ ജാൻതാ ഥാ ഹതാശ കോ ജാൻതാ ഥാ. ഈ വരി പറയുമ്പോ തന്നെ ജാനനെ കി ഹമാരി ജാനി പെഹച്ചാനി റൂട്ടി കോ തോട് ദേത്തെ. ജാനനേക്ക് ഒരു വ്യക്തിയെ അറിയുന്നതിനുള്ള ജാനി പെഹച്ചാനി രൂഢി എന്താണ്? ചിരപരിചിതമായ രീതികളെ, ജാനി പെഹച്ചാനി രൂഢി എന്ന് വെച്ചാൽ നമുക്ക് ചിരപരിചയമുള്ള രീതികളെ തകർത്ത് കളയുകയാണ്. തോട് ദേത്തേഹ്. മനസ്സിലായോ? എന്താണ്? വ്യക്തിക്കോ നഹീ ജാൻതാ ഹേ ഹതാശ കോ ജാൻതാ ഹേ. വ്യക്തിക്കോ മേ നഹീ ജാൻതാ ഥാ ഹതാശ കോ ജാൻതാ ഥാ. കവിതയിൽ ഈ വരി പറയുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ അറിയുവാനുള്ള അല്ലെങ്കിൽ വ്യക്തിയെ തിരിച്ചറിയുന്ന ചിരപരിചിതമായ സമ്പ്രദായം, രൂഢി, സമ്പ്രദായത്തിനെ തോടുതേത്തെ തകർക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയുക? അതെ, അയാളുടെ നാം, പേര്, അഡ്രസ്, പദേ, ഉമ്ര, പ്രായം, ഓഹദെ, പദവി അല്ലെങ്കിൽ ജാതി കൊണ്ട് ജാനിനേക്കോ ജോഡ്തീഹേ തിരിച്ചറിയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ജാനനെ കി ജാനി പെഹച്ചാനി രൂഢി ക്യാ ഹേ? व्यक्ति को उसके नाम, पदे, उम्र, ओहदे या जाति से पहचानना जानने की जानी पहचानी रूटी है. ഒരു വ്യക്തി അയാളുടെ പേരോ അഡ്രസ്സോ പ്രായമോ പദവിയോ അല്ലെങ്കിൽ ജാതിയോ കൊണ്ട് തിരിച്ചറിയുന്നതാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള ജാനി പെഹച്ചാനി രൂഢി, എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് ചിരപരിചിതമായ സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ സമ്പ്രദായത്തെ തകർക്കുകയാണ് കവി ആദ്യത്തെ വരിയിൽ തന്നെ. ഏതാണ്? വ്യക്തിക്കോ മേ നഹീ ജാൻതാ ഥാ ഹതാശ കോ ജാൻതാ ഥാ എന്ന് പറയുമ്പോ ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള എല്ലാവർക്കും അറിയാവുന്ന ഈ സമ്പ്രദായത്തെ തകർക്കുന്നു. എന്നിട്ട് കവി പറയുന്നു, യദി ഹം കിസി വ്യക്തിക്കോ ഉസ്കി ഹതാശ നിരാശ അസഹായത. ഒരുപക്ഷെ നമ്മളൊരു വ്യക്തിയെ അയാളുടെ ഹതാശ നിരാശ അസഹായത യാ സംഘടിസെ, നിരാശയിലൂടെയോ അസഹായത നിസ്സഹായാവസ്ഥയിലൂടെയോ അല്ലെങ്കിൽ സംഘടിച്ച് അയാളുടെ പ്രയാസങ്ങളിൽ നിന്നോ അവന്റെ പ്രയാസത്തിൽ നിന്നോ നഹീൻ ജാൻതേതോ അറിയില്ലെങ്കിൽ ഹം കുച്ച് നഹീൻ ജാൻതേ, ആ വ്യക്തിയെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഒരു വ്യക്തി അയാളുടെ ഹതാശ, മോഹഭംഗം, നിരാശ, നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ നഹീൻ ജാൻതേതോ അറിയില്ലെങ്കിൽ ഹം കുച്ച് നഹീൻ ജാൻതേ, നമുക്കൊന്നും അറിയില്ല. അപ്പൊ ഒരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയണം? ഒരു വ്യക്തിയെ തിരിച്ചറിയേണ്ടത് അയാളുടെ ഹതാശയിലൂടെയും നിരാശയിലൂടെയും അതേപോലെ അസഹായതയിലൂടെയും സംഘടിസേ ജാനനാഹെ. വ്യക്തിക്കോ ഉസ്കി ഹതാശ നിരാശ അസഹായത യാ സംഘടിസേ ജാനാഹി ജാനനെ കി സഹി തരീഖാഹെ. ഇതാണ് ഈ കവിതയിൽ കവി പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് രണ്ട് ചോദ്യങ്ങളായി. ഒന്ന്, ജാനനെ കി ജാനി പെഹച്ചാനി രൂഢി ക്യാ ഹേ, അല്ലെങ്കിൽ ജാനനെ ശബ്ദക്കോ കവി ക്യാ വ്യാഖ്യാ ദിയാ ഹെ, കവി നൽകിയിരിക്കുന്ന വ്യാഖ്യാനം എന്താണ്? ജാനന എന്ന വാക്കിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അർത്ഥം എന്താണ്? ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കിയേ, സടക്ക് പർ ഘായൽ പടേ അപരിചിത വ്യക്തി കോ ദേഖ് കർ ക്യാ ഹം കഹ് സക്തേ ഹെൻ കി ഉസേ ഹം നഹീ ജാൻതേ. സടക്ക് പർ ഘായൽ പടേ, മുറിവേറ്റ് കിടക്കുന്ന അപരിചിതനായ വ്യക്തിയെ കാണുമ്പോ നമുക്ക് പറയാൻ കഴിയുമോ? ക്യാ ഹം കഹ് സക്തേ ഹേ, നമുക്ക് പറയാൻ കഴിയുമോ? ഉസേ ഹം നഹീ ജാൻതേ, അയാളെ നമുക്ക് അറിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കഴിയില്ല. എന്തുകൊണ്ടാണ്? നമുക്കൊരു പക്ഷേ ആ വ്യക്തി അപരിചിതനാകുന്നത് എങ്ങനെയായിരിക്കാം? അയാളുടെ പേരോ അഡ്രസ്സോ തൊഴിലോ ഒന്നും നമുക്ക് അറിയില്ലായിരിക്കാം. അങ്ങനെ നമുക്ക് അയാൾ അപരിചിതനായിരിക്കാം. പക്ഷേ കവി നൽകുന്ന വ്യാഖ്യാനം അനുസരിച്ച് അയാൾ അപ്പോൾ ഒരു അപകടത്തിലാണ്, പ്രയാസത്തിലാണ്. അയാളുടെ പ്രയാസം നമുക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ അയാൾ അപരിചിതനല്ല. അതുകൊണ്ട് തന്നെ റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും അപകടത്തിൽ പെട്ട് കിടക്കുന്ന, എന്തെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുന്ന, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതങ്ങളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്ന ആരും തന്നെ നമുക്ക് അപരിചിതരല്ല. അവരുടെ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും നിരാശകളിലൂടെയും അവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന വളരെ മനോഹരമായൊരു സന്ദേശമാണ് ഈ കവിത നമുക്ക് തരുന്നത്. മനസ്സിലായല്ലോ? നോക്കൂ, റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന അപരിചിതനായ വ്യക്തി പേരോ അഡ്രസ്സോ അല്ലെങ്കിൽ ജാതിയോ തൊഴിലോ അറിയാത്തത് കൊണ്ട് നമുക്ക് അപരിചിതനല്ല. എന്തുകൊണ്ട് അയാൾ അപരിചിതനല്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്. യഹ് വ്യക്തി മുസീബത്ത് മേഹ, ഈ വ്യക്തി ഒരു മുസീബത്തിലാണ്. മുസീബത്ത് മത്ലബ്
അതെ, അപകടത്തിലാണ്, പ്രയാസത്തിലാണ്. ഇസേ ഹമാരി മദദ് കി സരൂരത്ത് ഹേ, ആ അപകടത്തിൽപ്പെട്ട ആളിന് നമ്മുടെ മദദ്, ഹെൽപ്പ്, സഹായത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി അപരിചിതനാകുന്നില്ല. മനസ്സിലായോ? അപരിചിതനാകുന്നില്ല എന്ന് പറയുന്നത് കവി ജാനന എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം വെച്ചിട്ടാണ് നമ്മൾ ആ വ്യക്തി അപരിചിതനല്ല എന്ന് പറയുന്നത്. കാരണം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും ഇതൊന്നും ആർക്കും പരിചയമില്ലാത്ത കാര്യമല്ല. ഇത് നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അപകടത്തിൽ പെട്ടുകിടക്കുന്ന അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന സഹജീവി അയാളുടെ പ്രയാസത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും നമുക്ക് തിരിച്ചറിയാനും സഹായിക്കാനും കഴിയണം. യഹ് കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാനേക്ക് യാദ് ദിലാ. അതുകൊണ്ട് തീർച്ചയായും ഈ കവിത മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാനാണ് നമ്മളെ യാദ് ദിലാത്തിഹെ, ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയുക, മനുഷ്യത്വത്തിലൂടെ മറ്റു മനുഷ്യരെ തിരിച്ചറിയുക, കഷ്ടപ്പാടും പ്രയാസങ്ങളും വരുമ്പോൾ പരസ്പരം സഹായിക്കുക. അങ്ങനെ മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ നടത്താനാണ്, മനുഷ്യത്വപരമായി പരസ്പരം തിരിച്ചറിയാനാണ്, മനുഷ്യത്വത്തിലൂടെ പരസ്പരം തിരിച്ചറിയാനാണ് ഈ കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ. കവിത ലഗാതാർ നഹീൻ ജാനനെ ഔർ ജാനനെ കാ ബയാൻ കർത്തി ജാത്തി ഹെ. അപ്പൊ നമ്മള് കഴിഞ്ഞ പാരഗ്രാഫുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചത് ആ കവിത നമുക്ക് പകർന്നു തരുന്ന ആശയം, ആ കവിതയുടെ ഭാവാർത്ഥമാണ് നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫുകളിൽ വായിച്ചത്. ഇനി അടുത്തത് നോക്കൂ. കവിത ലഗാതാർ, തുടർച്ചയായി, നഹീൻ ജാനന ഔർ ജാനന, രണ്ട് വാക്കുകളാണ്. ഏതാണ്? ജാനന, നഹീൻ ജാനന. ഈ രണ്ട് വാക്കുകൾ ബയാൻ കർത്തി ഹേ, എന്താണ്? ഉരുവിടുന്നു, പറയുന്നു. മനസ്സിലായോ? ഈ കവിതയിൽ എല്ലാ സ്ഥലത്തും ഈ രണ്ട് വാക്കുകളുണ്ട്. ഏതൊക്കെയാണ് നോക്കൂ. ജാനന, നഹീൻ ജാനന, ഈ രണ്ട് വാക്കുകൾ കവിതയിൽ എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചിരിക്കുന്നു. ശില്പ് കി ഇസ് ബാരീക്ക് കാരിഗരി കോ ദേഖേം, കവിതാശില്പത്തിന്റെ, കാവ്യശില്പത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള ഈ ശില്പവിദ്യ, കാരിഗരി, ബാരീക്ക് കാരിഗരി, സൂക്ഷ്മമായ ഈ ശില്പവിദ്യ നമുക്ക് നോക്കാം. നോക്കൂ. വഹ് മുച്ചേ നഹീൻ ജാൻതാ ഥാ, കവിതയിലൂടെ നോക്കിക്കോളൂ. വഹ് മുച്ചേ നഹീൻ ജാൻതാ ഥാ, ഹാത്ത് ബഠാനെ കോ ജാൻതാ ഥാ, हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. इങ്ങനെ यह नहीं जानना और जानना कविता में किसी लोकगीत की स्थाई की तरह बार बार लौटता है. കവിതയില് ഒരു ലോക്ഗീത്ത് എന്ന് വെച്ചാൽ എന്താണ്? അതെ, നാടൻ പാട്ട്. ഒരു നാടോടിപ്പാട്ടിന്റെ വായ്ത്താരി പോലെ ഈ കവിതയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന വാക്കുകളാണ് ജാനന, നഹീൻ ജാനന. അതിനുള്ള ഉദാഹരണങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കവിതയുടെ വരികളിൽ നിങ്ങൾക്ക് വായിക്കാം. വഹ് മുച്ചേ നഹീൻ ജാൻതാ ഥാ, പിന്നീട് ഹാത്ത് ബഠാനെ കോ ജാൻതാ ഥാ, ഏക് ദൂസരെ കോ നഹീൻ ജാൻതേ ഥേ, സാത്ത് സാത്ത് ചലനാ ജാൻതേ ഥേ. ഇങ്ങനെ ജാനന, നഹീൻ ജാനന, നഹീൻ ജാനന, ജാനന, ഈ വാക്കുകള് കവിതയിൽ ഒരു നാടോടിപ്പാട്ടിന്റെ വായ്ത്താരി പോലെ ആവർത്തിച്ച് വരുന്നു. ബാർ ബാർ ലൗട്ടായ, നാടൻ പാട്ട് പാടുമ്പോൾ വായ്ത്താരി പാടുന്നത് നിങ്ങൾക്കറിയാം. അതെ, ഇങ്ങനെ ഒരു വായ്ത്താരി പോലെ ഈ കവിതയില് ജാന്ന, നഹീൻ ജാന്ന എന്നുള്ള വാക്ക് എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ കവിതയില് എല്ലായിടത്തും ജാനന, നഹീൻ ജാനന എന്ന വാക്കുകൾ ഈ കവിതയിൽ സമർത്ഥമായി ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ കവിതയ്ക്ക് കൂടുതൽ ശില്പഭംഗി നൽകുന്നതെന്നാണ് നരേഷ് സക്സേന അദ്ദേഹത്തിന്റെ ആസ്വാദൻ ടിപ്പണിയില് പറയുന്നത്. മനസ്സിലായോ? ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ, ഗദ്യത്തിൽ എഴുതിയ ഒരു കവിതയില്, ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ ലിറിക്കൽ യാ ഗീതാത്മകത കാ ബോധ ഇസ് ഖൂബി കെ സാത്ത് ഹിന്ദി കി കിസ് കവിതാമേ ആയാ ഹെ യാദ് നഹി ആ രഹാ. ഗദ്യത്തിൽ എഴുതിയ ഏതെങ്കിലും ഒരു കവിതയില് ഗീതാത്മകത വളരെ സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് മറ്റേതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ലിറിക്കൽ അല്ലെങ്കിൽ ഗീതാത്മകത, അതിന്റെ താളാത്മകത, അതും ഗദ്യത്തിൽ എഴുതിയ ഒരു കവിതയുടെ താളാത്മകതയാണ്. ആ ഒരു താളാത്മകതയുടെ ബോധം വളരെ സമർത്ഥമായിട്ട് ഹിന്ദിയിൽ ഇത്രയും സമർത്ഥമായിട്ട് മറ്റേതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല.
അപ്പോൾ വളരെ താളാത്മകമായിട്ട് വളരെ ലിറിക്കൽ ഭംഗിയോടുകൂടി ഗീതാത്മകതയോടുകൂടി എഴുതിയൊരു പാട്ടാണ്, എഴുതിയൊരു കവിതയാണ് ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. അതിന് അത്രയും മനോഹരമായ ശില്പഭംഗി നൽകുന്നത് ഏതൊക്കെ വാക്കുകളാണ്? അതെ, ജാനന നഹീം ജാനന. ഈ രണ്ട് വാക്കുകൾ കവിതാമേം ബാർ ബാർ ലൗട്ട്താ ഹെ, ഒരു ലോകഗീതിന്റെ സ്ഥായി പോലെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നു, ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. അതാണ് ഈ കവിതയ്ക്ക് ശില്പഭംഗി നൽകുന്നത്. മനസ്സിലായോ? ആ ശില്പഭംഗിയാണ് ഈ കവിതയ്ക്ക് നല്ല ഗീതാത്മകത നൽകുന്നത്. ഗദ്യത്തിൽ എഴുതിയ ഒരു കവിതയില് ഇത്രയും മനോഹരമായിട്ടുള്ള താളാത്മകതയുടെ ബോധം മറ്റേതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ശരി, അത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഈ കവിതയുടെ താളാത്മകതയെ കുറിച്ച് നരേഷ് സക്സേന പറയുന്നത് നോക്കൂ. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद कविता पर रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. किसी गजल में, ഒരു ഗസൽ അവതരിപ്പിക്കുമ്പോൾ, സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ആഖരി ഷേർ കെ ആഖരി ശബ്ദ്, അവസാന വരിയിലെ അവസാന വാക്ക്, ആഖരി ഷേർ വരി, ആഖരി ശബ്ദ് അവസാന വാക്ക്, ശ്രോതാവോങ്കി ജുബാൻ പർ, കേൾവിക്കാരുടെ ശ്രോതാക്കളുടെ നാവില് ആപ്സെ ആപ് ആജാത്തേം, അവരറിയാതെ തന്നെ വരും. ഗസൽ കേൾവിക്കാരുടെ നാവിൻ തുമ്പത്ത് ആ ഗസലിന്റെ അവസാനത്തെ വരിയിലെ അവസാന വാക്ക് അവരറിയാതെ തന്നെ വരും. വൈസേഹി, അതുപോലെ ഈസ് കവിതാക്കെ അന്തിം ശബ്ദ്, ഈ കവിതയുടെ അവസാന വാക്ക് അല്ലെങ്കിൽ സാത്ത് സാത്ത് ചലന, കവിതയുടെ അവസാന വാക്ക് നോക്കൂ, സാത്ത് സാത്ത് ചലന എന്ന വാക്ക് കെ ബാദ്, ശേഷം കവിതാ പാർ രോക് ദിയാ ജായ്, കവിതാ വായന നിർത്തിയാല് സുന്നേ വാലെ, അത് കേൾക്കുന്നവര് സ്വയം ഖുദ് വാക്യ പൂരാക്കർ ദേങ്കെ, ആ വരി പൂർത്തിയാക്കിക്കൊണ്ട് പറയും. കഹേങ്കെ ജാൻതേ ഥേ. മനസ്സിലായോ? ഈ കവിതയിൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു ഗീതാത്മകതയുണ്ട്, ശില്പഭംഗിയുണ്ട്, ഒരു ഗസല് പോലെയുള്ള താളാത്മകത ഈ കവിതയ്ക്കുണ്ട്. അതുകൊണ്ട് ഒരു ഗസലിലെ അവസാനത്തെ വരിയുടെ അവസാനത്തെ വാക്ക് ആ പാട്ടിൽ ലയിച്ചിരിക്കുന്ന ആളിന്റെ നാവില് സ്വാഭാവികമായും വരും. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ കവിതയിലെ അവസാനത്തെ വാക്കായ സാത്ത് സാത്ത് ചലന എന്ന് വായിച്ചതിന് ശേഷം, എന്ന് പാടിയതിനു ശേഷം കവിതാ വായന നിർത്തിയാലും കേൾവിക്കാരന്റെ, ആ പാട്ട്, ആ കവിത കേട്ടുകൊണ്ടിരിക്കുന്ന ആളിന് സ്വയം ആ വാക്യം പൂർത്തീകരിച്ചുകൊണ്ട് പറയാൻ കഴിയും ജാൻതേ ഥേ എന്ന വാക്ക് അവിടെ പൂരിപ്പിക്കാൻ അയാൾക്ക് കഴിയും. കാരണം അത്രത്തോളം താളാത്മകത ഈ കവിതയ്ക്ക് ഉണ്ടെന്നാണ് നരേഷ് സക്സേന പറയുന്നത്. അത് ശരിയല്ലേ? ഓക്കെ, അത് മനസ്സിലായോ എല്ലാവർക്കും? അടുത്ത നോക്കാം. യഹ് കവിത जानना शब्द के रूढ़ीग्रस्त अर्थ को पूरी तरह से बदल देती है. അപ്പൊ ആദ്യം നമ്മൾ ഈ കവിതയുടെ ഭാവാർത്ഥം, ആശയഭംഗിയെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഈ കവിത മുന്നോട്ട് വെക്കുന്ന ആശയത്തെ കുറിച്ച് നമ്മൾ ആദ്യത്തെ കുറച്ച് ഭാഗത്ത് പഠിച്ചു. എന്നിട്ട് നമ്മൾ കവിതയുടെ ശില്പഭംഗിയെക്കുറിച്ചും ഗീതാത്മകതയെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇനി നരേഷ് സക്സേന പറയുന്നത് ഈ കവിതയിലെ ജാനന ശബ്ദക്കെ രൂഢീഗ്രസ്ത അർത്ഥക്കോ, ജാനന എന്ന വാക്കിന്റെ സാമ്പ്രദായികമായ അർത്ഥത്തെ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന അർത്ഥത്തെ പൂരി തരഹസെ, പൂർണ്ണമായും ബദൽ ദേത്തി ഹെ, മാറ്റുന്നു. ജാനന എന്ന വാക്കിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അർത്ഥം എന്താണ്? അതായത് ഒരു വ്യക്തിയെ അയാളുടെ പേരോ അഡ്രസ്സോ ജോലിയോ പദവിയോ ജാതിയോ വെച്ചിട്ട് തിരിച്ചറിയുന്ന പരമ്പരാഗതമായ സാമ്പ്രദായികമായ അർത്ഥത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു ഈ കവിതയില്. ओके, इस कविता की पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देता है. ഈ കവിതയുടെ ആദ്യത്തെ രണ്ട് വരിയിൽ തന്നെ കവി തനിക്ക് പറയാനുള്ള പൂരി ബാത്ത്, എല്ലാ കാര്യങ്ങളും കഹ്ദേത്തായി പറയുന്നു. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, വ്യക്തി കോ മേ നഹീ ജാൻതാ ഥാ, ഹതാശാ കോ ജാൻതാ ഥാ. ഈ രണ്ട് വരിയിൽ തന്നെ കവി തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. കാരണം ജാനന എന്ന വാക്കിന്റെ സാമ്പ്രദായിക അർത്ഥത്തെ മാറ്റുക എന്നുള്ളതാണ് കവിയുടെ ഉദ്ദേശം. അപ്പോൾ ആ ഒരു ഉദ്ദേശ്യം, ആ ഒരു ലക്ഷ്യം ആദ്യത്തെ രണ്ട് വരിയിലൂടെ തന്നെ കവി അവതരിപ്പിച്ചു കഴിഞ്ഞു.
ശേഷ് പങ്ക്തിയാം, ബാക്കിയുള്ള വരികൾ എന്താ ചെയ്യുന്നത്? കഹേ ഗയേക്കോ, ആ പറഞ്ഞതിനെ കൂടുതൽ സഖൻ ഔർ ഗഹര, ശേഷിച്ച വരികളിൽ ആ പറഞ്ഞതിനെ, ആദ്യത്തെ വരികളിൽ പറഞ്ഞ ആശയത്തിനെ കൂടുതൽ സഖൻ എന്ന് വെച്ചാൽ തിക്ക്, ഗാഠതയുള്ളതും ഗഹര ആഴമുള്ളതുമാക്കി തീർക്കുന്നു. ബാക്കിയുള്ള വരികളിൽ കവി ജാനന എന്ന വാക്കിന് അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനത്തെ കൂടുതൽ തിക്ക് ആൻഡ് ഡീപ്പാക്കി മാറ്റുകയാണ്. കൂടുതൽ ആഴത്തിലുള്ള, കൂടുതൽ അഗാഠതയുള്ള അർത്ഥമാക്കി മാറ്റുകയാണ്. മനസ്സിലായോ? കവിത കാ സന്ദേശ് ഹേ കി, കവിതയുടെ സന്ദേശം ഇതാണ്. ദോ മനുഷ്യോങ്കെ ബീച്ച് മനുഷ്യതാ കാ അഹസാസ് യാനി മാനവീ സംവേദന ഹോനാ ജരൂരി ഹേ. രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വത്തിന്റെ അഹസാസ് ഉണ്ടായിരിക്കണം, മനുഷ്യത്വത്തിന്റെ അനുഭവം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാനവീയ സംവേദന, മനുഷ്യത്വപരമായിട്ടുള്ള ഫീലിംഗ്, സംവേദനകൾ ഉണ്ടായിരിക്കണം. പക്ഷെ അവിടെ എന്താവശ്യമില്ല? ജാൻകാരിയാം ജരൂരി നഹി ഹേ, എന്താവശ്യമില്ല? അറിവുകൾ ആവശ്യമില്ല. രണ്ട് മനുഷ്യർക്കിടയില് മനുഷ്യത്വപരമായിട്ടുള്ള ഫീലിങ്സും മനുഷ്യത്വപരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകണം. മനസ്സിലായല്ലോ? പക്ഷേ അവിടെ എന്താവശ്യമില്ല? അറിവ് ആവശ്യമില്ല. ഇവിടെ ജാൻകാരിയാം എന്ന് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? പേരും അഡ്രസ്സും അറിയേണ്ട ആവശ്യമില്ല. മറ്റുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളുടെ വേദനയും സങ്കടങ്ങളും നിരാശയും നമ്മൾ തിരിച്ചറിയണം. അവിടെ ആ വ്യക്തിയെ തിരിച്ചറിയാൻ നമുക്ക് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ, ജാൻകാരിയാം ആവശ്യമില്ല. ഹിന്ദു യഹ് സന്ദേശ് കവിതാമേ ഉപദേശ് കി തരഹ് നഹീ ആത്താ ഹൈ. പക്ഷെ ഈ സന്ദേശം കവിതയിൽ എങ്ങും തന്നെ ഒരു ഉപദേശമായിട്ട് കടന്നു വരുന്നില്ല. അതാണ് ഈ കവിതയുടെ പ്രത്യേകത. നേരിട്ടൊരു ഉപദേശമായിട്ട് ഈ ഒരു കാര്യം കവി എങ്ങും പറയുന്നില്ല. അദ്ദേഹം മനോഹരമായ വരികളിലൂടെ മനോഹരമായിട്ട് തന്നെ ഈ ആശയത്തെ ആഴത്തില് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ശരി. അപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് ഒരു ആസ്വാദന കുറിപ്പ്, ആസ്വാദന ടിപ്പണി തയ്യാറാക്കേണ്ടതെന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ അടുത്തത് പഠിക്കുന്നതും ഒരു കവിതയാണ്, ടുട്ടാ പഹിയ. അപ്പൊ ആ കവിതയുടെ ആസ്വാദന ടിപ്പണി നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. അതേപോലെ തന്നെ നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം, എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ID ഒക്കെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം. ശരി, നമ്മുടെ ക്ലാസ് ഇന്നിപ്പോ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമസ്കാരം.